മര്യാദ കിടന്നോണം. എനിക്ക് ദേഷ്യം വന്നേ, ഞാൻ പ്രാന്തൻ മനസ്സിലാ. ചെറിയ പോരെ, മുട്ടിന് താഴെ എടുത്തോ. ചില്ലാങ്കൂരിക്ക് മുട്ട വെച്ച പോലെ ഒരു വയർ മാത്രം ഉണ്ട്. ചീല കേസ് വിട്ട് കളയടാ, നീ വണ്ടി എടു. അല്ല ഞാൻ എടുക്കാം. സംഗതി ലേശം കൈവിട്ട കളിയാണ്. കാശ് കിട്ടുന്ന കാര്യമായതുകൊണ്ടോ അത് ഉപേക്ഷിക്കാനും പറ്റില്ല. നമ്മൾ 4 പേരില്ലേ? 2 പേര്. 4 പേര് നമ്മൾ എല്ലാരും കൊടുക്കുമ്പോൾ 4 പേരാവും. എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. എന്റെ ആയകാലം ഉണ്ടല്ലോ. തള്ളു വേണ്ട. അവര് വന്നല്ലോ. എന്തായി കാര്യങ്ങൾ? എന്തായി? എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിന്റെ പേര് കേസ് വെക്കാനൊന്നും ഉണ്ടാകില്ല. എന്തുണ്ടായാലും അങ്ങനെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ നമ്മൾ ഞണ്ടേങ്കാരോട്ട് ചെല്ലുന്നു, നമ്മുടെ കക്ഷിയായ കിളിയച്ചന്റെ കാശ് ഒഴിക്കുന്നു. തന്നില്ലെങ്കിലും നമ്മൾ ഉണ്ടായി ചേർക്കുന്നു. രണ്ടേങ്കാരൻ തീരെ മോശക്കാരനൊന്നുമല്ല. എന്നാ പിടിച്ചെടുക്കുക. എന്നാ കഴിഞ്ഞാൽ വിട്ട് റോസ്റ്റ് ചെയ്യും. 7 കൊല്ലം മുമ്പ് മേടിച്ച കാശ് മുതലും പലിശ അടക്കം 15 ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത്. ഈ ഞണ്ട് മഹാതരികടയാണ് നീ. അതിനാണ് നമ്മൾ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തേക്കുന്നത്. കിളിയപ്പനെ ആളില്ലായിട്ടൊന്നുമല്ല, വൺ സെറ്റപ്പുള്ള കക്ഷിയാണ്. കീരിക്കാടൻ ജോസ്, ഇരുമ്പൻ ജോണി, കീരിയലി അച്ചു, വാളയാർ പരമശിവം, ഇവരൊക്കെ വൻ സെറ്റപ്പല്ലേ അണ്ണനെ? ഇവരൊക്കെ ബന്ധുക്കളാ. ഇതൊക്കെ പേരുകെട്ട ഗുണ്ടകളല്ലേ? അവിടെയാണ് നമ്മൾ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തേക്കുന്നത്. ആദ്യം തരിയെന്ന് പറഞ്ഞതാ, കാല് പിടിച്ച് 15 മേടിച്ചു കൊടുത്താൽ 25% നമുക്ക് കിട്ടും. 25% എന്ന് പറയുമ്പോൾ എത്ര വരും? ഏതാണ്ടൊരു 30 ലക്ഷം വരും. ഒന്ന് പോടാ. അല്ലെ, ഞാനിച്ചിരി കൂട്ടി പറഞ്ഞതാ. ഒരു 25 ലക്ഷം. ആകെ 15 ലക്ഷം കിട്ടും. 25 നമുക്ക് തരും, ബാക്കി 10 കിളി കൈ നിട്ട് തരുമോ? അമ്മാവ ശതമാനത്തിന്റെ കണക്കാണ്. കണക്കറിയാൻ പറ്റും. മിണ്ടാതിരി. നമ്മളിവിടെ കണക്കിന് ട്യൂഷൻ എടുക്കാമെന്നാണ്. 3,75,000 രൂപ കിട്ടും. 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. നമ്മൾ ഗുണ്ടാ സെറ്റപ്പിൽ അവിടെ ചെല്ലുന്നു, ഞണ്ടിനെ വിറപ്പിക്കുന്നു, ഞണ്ട് ചൂട്ടുപോലെ കാശെടുത്തോണ്ട് തരുന്നു, നമ്മളതുകൊണ്ട് കിളി ഏൽപ്പിക്കുന്നു. കിളി ഇടിക്കാന്ന് 3,75,000 രൂപ മേടിച്ചിട്ട് നമ്മൾ പോരുന്നു. എന്താ എല്ലാവർക്കും ഹാപ്പി ആയില്ലേ? 1 ലക്ഷം രൂപ സുധാകരൻ അളിയനി, 1 ലക്ഷം രൂപ പ്രഭാകരൻ അളിയനി, 1 ലക്ഷം രൂപ ദാസപ്പൻ അളിയനി, ഞാൻ തന്നെ. ബാക്കി 75,000 രൂപ അത് അമ്മാവനുള്ളതാ. അത് നല്ല പണിയായി പോയില്ലടാ. 75,000 രൂപ. അമ്മാവാ, 1 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾ എടുത്തില്ല, പിന്നെ ബാക്കി എത്രയുണ്ട്? 75,000. അതല്ലേ തരാൻ പറ്റുള്ളൂ. അപ്പൊ 25,000-ന് കുറച്ചേ ഞാൻ പണിയെടുക്കത്തുള്ളൂ. എന്റെ അമ്മാവ ഇവിടെ നിന്ന് നക്കിത്തരം പറയാതെ എത്രയും പെട്ടെന്ന് ഞണ്ടിന്റെ വീട്ടിൽ എത്തണം. നമ്മളെല്ലാവരുടെയും ഗെറ്റപ്പ് മാറും. എല്ലാവരുടെ മുഖത്തും ക്രൂരഭാവമായിരിക്കും. ആട് പുടിയല തിന്നണ പോലുള്ള അമ്മാവന്റെ ഈ എക്സ്പ്രഷൻ ഒന്ന് മാറ്റി പിടിക്കണം. ഒരു നല്ല കാര്യത്തിന് പോയല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചു. യൂണിയൻ കയറാനല്ലേ? എങ്കിൽ 500 എഴുതിക്കും. റെസീറ്റ് എടുത്തിട്ടില്ല. റെസിപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് 1000 രൂപ തരേണ്ടി വരും. ഞങ്ങൾ ഗുണ്ടകളാ. മിസ്റ്റർ ഞണ്ടേങ്കാരൻ, ഞങ്ങൾ വന്ന കാര്യം പറയാം. എങ്കിലും അകത്തിന് സംസാരിക്കാം. അകത്ത് കയറ്റി ചായയും പലഹാരവും തന്ന് സൽക്കരിക്കാനായിരിക്കും അല്ലേ? വന്നപ്പോഴേ കോഴിക്കറിയുടെ മണം അടിക്കും. എന്നാ പിന്നെ കഴിച്ചിട്ട് സംസാരിക്കാം അല്ലേ സുധാകരൻ കൊണ്ട്? ഓ, ഗുണ്ടകളാണല്ലേ? കണ്ടിട്ട് മനസ്സിലായില്ലടാ ഗംഗാധര. എടാപൊടാ വിളിയൊക്കെ ഗേറ്റിന് പുറത്ത്. നിങ്ങൾ നിങ്ങൾ കിളിയപ്പന് 15 ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ? ഇല്ല. എടാ ഇല്ലെന്ന്. നമ്മളെന്ത് ചെയ്യും? ഇത് ഞണ്ടിന്റെ അളവാണ്. നമുക്കൊന്ന് വരുത്തി നോക്കിയാലേ. വില മനസ്സിരിക്കട്ടെ. ഞാനാ മര്യാദക്ക് പണം തന്നില്ലെങ്കിലേ പണി നടക്കും. ഞങ്ങള് പണി തുടങ്ങിയാലേ നീ വാങ്ങിയാലേ എങ്ങാരാ മര്യാദക്ക് കാശറാ. അടാ നിന്റെ പോയി നോക്കില്ലേ? നാക്കല്ല വേണ്ട, കാശാ വേണ്ടത്. കാശ് എടുക്കണം. ഈ പറഞ്ഞ ആളെ ഞാൻ അറിയത്തുമില്ല, കാശ് കൊടുക്കാനുമില്ല. ഉറപ്പാണ്? ഉറപ്പ്. എങ്കിലൊരു 3,75,000 രൂപ ഇങ്ങോട്ടാ. എന്തിനി? ഞങ്ങളുടെ പണി കാശ് കയ്യിൽ നിന്ന് പോയി. അതിന് കാശ് കിട്ടിട്ടില്ല, പിന്നെ എങ്ങനെ പോകാനാ? ഓ, ഇവര് ചളവാക്കണ മുമ്പ് ഞാൻ ഒരു അടിവിട്ട് കൊടുക്കട്ടെ. ഫസ്റ്റ് അടി ഞാനടിക്കും. പണി പിടിച്ചതേ ഞാനാ. അങ്ങനെയാണെങ്കിൽ പ്രായത്തിന് മൂത്ത ഞാനാ. ആദ്യത്തെ ഞാൻ. ഓ, നിങ്ങൾ നമ്മൾ തർക്കം വേണ്ട. ആദ്യത്തേടി എനിക്കുള്ളതാ. വേണ്ട. ഞാൻ പറയണത് കേട്ടോണം. എന്താ പ്രശ്നം? ആരാദ്യം അടിക്കുന്നുള്ള തർക്കം. കുഴപ്പമില്ല, ശകല നേരം വെയിറ്റ് ചെയ്യാം. അതിന് നടക്കട്ടെ പോരെ? സിമ്പിൾ.
അതെന്റെ കുറിയാണ്. ഈ കളിയിൽ ഞങ്ങൾ 4 പേര് മാത്രം മതി. അതെങ്ങനെ ശരിയാവും? ഒരു കളിയാവുമ്പോ എല്ലാരും വേണ്ടേ അല്ലേ? അല്ല അതെന്ന് ചോദിച്ചാ മസ്താനെ, ഇതാരാ? ആദ്യത്തെ അടിയല്ലേ അത് മസ്താൻ തരും. മസ്താനെ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ആൾക്കാരാ ഞങ്ങൾക്കല്ല വേറാക്കണ്ട നമുക്ക് പോവാം. ആരുടെ കയ്യിലാണ് മൊബൈൽ ഫോൺ ഉള്ളത്? എടാ പെട്ടെന്ന് ആംബുലൻസ് വിളി. ഇങ്ങോട്ടും ഓടാ. വെൽ ഡൺ. ഞാൻ പ്രതീക്ഷ നന്നായി. താങ്ക് യു. ഇനിയും വർക്കുണ്ടെങ്കിൽ വിളിക്കണ മുതലാളി. തീർച്ചയായും. ദേ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ അല്ല, എനിക്ക് 25,000 കുറവുണ്ട്.